കിടിലം പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു ഹൊറർ ജോണറിലെ പടം മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഹൊറർ, ഫാമിലി, അതേപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനെയൊക്കെ പെടുത്താവുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിന്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ കിടിലായിട്ട് വന്നിട്ടുണ്ട്. അവര് അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ ആ സൗണ്ട് മിക്സിംഗ് ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അത് ആക്ഷനൊക്കെ വരുമ്പോ ഉള്ള സൗണ്ടിന്റെ സ്കോറിംഗ് ഒക്കെ കിട്ടുന്നതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, അതായത് എല്ലാവരും സ്റ്റോറി വൈസ് നല്ലൊരു കഥാമൂല്യമുള്ള ഒരു കഥയായിട്ടുണ്ട്. അത് കഥാമൂല്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു എന്താ പറയുക, ഒരു കൊലപാതകവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് ചുറ്റിപ്പറ്റി ഹൊറർ അങ്ങനെ കയറി എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച്. അല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ പടത്തിലും ഓരോരോ കഴിവുകൾ തെളിയിക്കുമല്ലോ. അത് ഈ പടത്തിലും കാണാനുണ്ട്. എന്തായാലും ഇതിന്റെ സൗണ്ട് മിക്സിംഗ് കിട്ടില്ലാണ്. അതെ, അത് തോന്നിയിരുന്നില്ല അങ്ങനെ ഒരു അന്യഭാഷ നടിയാണെന്നുള്ള ഒരു ഫീല് ആക്ടിങ് കണ്ടപ്പോഴും തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഒക്കെ വോയിസ് ഒക്കെ ഡബ് ചെയ്താണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു തരത്തിലുള്ള ഒരു കുറവും എനിക്ക് തോന്നിയില്ല. മലയാളി അല്ലെന്നുള്ളൊരു കുറവ്. ഒരു കാര്യം കഥ പോകുന്നത് അങ്ങനെയാണ്. ക്ലൈമാക്സും ഓഫ് കോഴ്സ് വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. നോ ഡൗട്ട് മലയാളത്തില് ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ മുതൽ മോക്ഷയുടെ മുഖം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മുഖമാണ്. അത്രയും അത് മാത്രമല്ല, മോക്ഷയുടെ ഒരുപാട് ടാലന്റുകൾ ഈ സിനിമയിൽ നമ്മൾ കാണണം. ഡാൻസ് മാത്രമല്ല, നമ്മൾ സിനിമ കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. നന്നായിട്ടുണ്ട്. കൺസെപ്റ്റാണ്. നമ്മൾ സാധാരണ ഹൊറർ ചിത്രത്തിൽ നമ്മൾ ആ പ്രേതത്തെ സ്നേഹിച്ചു പോകും. സാധാരണ പ്രേതത്തിനോട് നമുക്കൊരു സ്നേഹം തോന്നുന്ന ഒരു ഫിലിമാണ് പറഞ്ഞത്. അത് ഗാനങ്ങൾ നന്നായിട്ടുണ്ട്. അതിലുപരി അതിൻ്റെ മേക്കിങ് നമുക്ക് ലാഗോ വന്നിട്ടൊന്നും നമ്മൾ കണ്ടെടുക്കാൻ സാധാരണ വരുമ്പോൾ ലാഗൊക്കെ തോന്നും. ഇത് ലാഗോ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ വേണ്ടി സിനിമയാണ്. ഇയാളെ പറ്റി സന്തോഷമുണ്ട് ചിത്രത്തിൽ.